ഹലോ ബേബി ഗേൾസ്, എന്താ പരിപാടി? എല്ലാവർക്കും സുഖമല്ലേ? ഇതിനു മുമ്പ് നിങ്ങളെന്ന് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയതാണോ? ഓ സോറി, ഞാനാണല്ലേ ഇവിടെ പുതിയത്. കമോൺ, നമുക്ക് പരിചയപ്പെടാം. എടാ നീ ഇവിടെ ഇൻട്രോ പറയാന്ന് പറഞ്ഞിട്ട് നീ ഇതെന്താക്കിക്കൊണ്ടിരിക്കുകയാണ്? വാ ഇൻട്രോ കൊടുക്ക. അവന്റെ ഒരു ഒലക്ക എന്താണ് രണ്ടും കൂടെ കുറെ നേരം ക്യാമറ വന്നിട്ട് മാറി നിൽക്കാൻ കൊണ്ട് ഞാൻ ഇൻട്രോ കൊടുക്കാം. മോനേച്ചു ഇൻട്രോ പറഞ്ഞ തുടങ്ങി ഞങ്ങൾ മൂത്തവരോട് ഉണ്ടിട്ടോ തലയിരിക്കുമ്പോ വാലാടണം. ഓക്കെ, അപ്പൊ രണ്ടാളും മാറിയെന്നോ? ഇപ്പൊ കൂട്ടത്തിൽ ഞാനല്ലേ മൂത്തത്? ഫസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹൈറ്റ് കൊണ്ട് ഞാനല്ലേ മൂത്ത്, അപ്പൊ ഞാൻ ആദ്യം പറയാം. അതെ, മൂന്ന് പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. കുറെ നേരെ മൂന്നും കൂടെ ക്യാമറന്റെ മുമ്പിൽ വന്നിട്ട് വള 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞങ്ങൾ പറഞ്ഞോളാം. ഓ, എന്നാ നിങ്ങൾ അങ്ങോട്ട് അയക്കോ. ഇതാണ് കളത്തിരിക്കൽ തറവാട്. കാണുമ്പോ തന്നെ എന്താ ഐശ്വര്യം. പക്ഷെ ഐശ്വര്യമുള്ള സാധനങ്ങൾക്ക് കണ്ണു കെട്ടാണ്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുമാതിരി കണ്ണു കെട്ടാണ്ടിരിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത 5 സംഭവങ്ങളാണ് ഈ കഥയിലെ നായകന്മാർ. പക്ഷെ അവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ളത്തെ ആൾക്കാരെ പരിചയപ്പെടണം. അതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് വരാം. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് മൂത്താളെന്ന് എങ്ങനെ കാണണം. ഇതാണ് ഡേവിസ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമാണെന്നൊക്കെ തോന്നും, പക്ഷെ അല്ല, പക്ക നായക കുടുംബം. പിന്നെ ഇത് നിക്ക് ബാക്കി ഞാൻ പറയാം. ഇത് ഡേവിസിന്റെ ഒരേ ഒരു അനിയൻ. അടുക്കളയിൽ നിന്ന് തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. സംശയം വേണ്ട, കൃപയും ദയായിരിക്കും. ഇനി കൃപയും ദയ ആരാന്നല്ലേ? കൃപ is the one and only wife of Davis and Daya is the one and only wife of David. മതി ഒക്കെ നീ പറഞ്ഞാലെങ്ങനെ? ബാക്കി ഞാൻ പറയാം. ഇനി നമ്മൾ അടുത്ത ജനറേഷനെ പറ്റിയാണ് പറയുന്നത്. ഭയങ്കര തകരം പറഞ്ഞ തകരുന്ന ജനറേഷനാണ് ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് ഡേവിഡ്, നമ്മുടെ കഥയിലെ ആദ്യത്തെ നായകൻ. ഡേവിഡിന്റെയും ദയന്റെയും മൂത്ത പുത്രൻ. ഡേവിഡും ഡേവിസും ആഗ്രഹിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത KD ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയിലെ CM ആണ്. ആള് മാരീഡാണ്. ബാക്കി നമുക്ക് വലിയ പരിചയപ്പെടാം. പിന്നെ നമ്മുടെ കഥയിലെ 4 ബാക്കി നായകന്മാരുടെ ഒരേ എഴുതിയിട്ട് നമ്മുടെ സ്വന്തം ഡയറ്റ്. ഇത് എബിൻ ഡേവിസ്, നമ്മുടെ കഥയിലെ 2ാമത്തെ നായകൻ. കൃപേന്റെയും ഡേവിസിന്റെ മൂത്ത പുത്രൻ. KD ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയിൽ CFO ആയിട്ട് വർക്ക് ചെയ്യാണ്. ആളെ മാരീഡാണ്. ആളെ വൈഫിനെ നമുക്ക് തായേന്റെ വൈഫിനെ പരിചയപ്പെടുന്നതിന്റെ കൂടെ പരിചയപ്പെടാം. പിന്നെ അടുത്തത് അതെ ജെറിനെ ഞാൻ പറഞ്ഞോളാം. ഇതാണ് ജെറിൻ ഡേവിസ്, നമ്മുടെ കഥയിലെ 3ാമത്തെ നായകൻ. ഡേവിസിന്റെയും കൃപേന്റെയും 2ാമത്തെ പുത്രൻ. KD ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിന്റെ 2 CEOമാരിൽ ഒരാളാണ് ജെറിൻ. ആള് സിംഗിൾ ആണ്. അതിന്റെ എല്ലാ വേലത്തരങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലേട്ടിംഗ് ആണ് ആളുടെ മെയിൻ പരിപാടി. ഇനി KD ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ 2ാമത്തെ CEO, നമ്മുടെ കഥയിലെ 4ാമത്തെ നായകനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹർഷൻ ഡേവിഡ്, ഡേവിഡിന്റെയും ദയന്റെയും 2ാമത്തെ പുത്രൻ. ആള് സിംഗിൾ ആണ്. കമ്മിറ്റഡ് ആവോന്നറിയില്ല. പിന്നെ ഇതിലൊന്നും പെടാതെ ഒരു സ്ഥലത്ത് റിച്ചായിട്ടുണ്ട് നമ്മുടെ കഥയിലെ 5ാമത്തെ നായകൻ അമാൻ ഡേവിസ്. ആൾക്ക് ഈ കമ്പനി കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മോഡലിങ്ങിലാണ് അയാൾ തിളങ്ങി നിൽക്കുന്നത്. സിംഗിൾ ആണെന്നൊക്കെയാണ് പറയുന്നത്. ആണോ അല്ലയോന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോ കാണാം. മതി കഴിഞ്ഞില്ലേ? നായകന്മാരെ ഇൻട്രോ കഴിഞ്ഞില്ലേ? ഈ നായകന്മാരെ ഇൻട്രോ. ഇതാണ് നമ്മുടെ നായകന്മാരുടെ വീട്. തലപ്പത്തുനിന്ന് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് അവരുടെ പാലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ജഗന്നാഥ്, ആള് കോളേജ് പ്രൊഫസറാണ്. പിന്നെന്താ അദ്ദേഹത്തിന്റെ ഭാര്യ ദൃഷ്ടി ഒരു ക്ലാസിക് ഡാൻസറാണ്. പിന്നെന്ത് ധ്രുവനാഥ് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ ജിയയും ഒരു ലെക്ചറാണ്. പിന്നെ ഇവർ തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ഈ ധ്രുവനാഥിന്റെ അനിയത്തിയായ ദൃഷ്ടിനെയാണ് ജഗന്നാഥ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ജഗന്നാഥിന്റെ അനിയത്തിയായ ജിയനെയാണ് ധ്രുവനാഥ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമ്മൾ കഥയുടെ ആദ്യത്തെ നായിക ഹന ജഗന്നാഥ്. ഹന നല്ലൊരു ബേക്കറാണ്. അതുകൊണ്ട് തന്നെ ആൾക്കൊരു ബേക്കറി ഉണ്ട്. ബേക്കറിയുടെ പേര് മാജിക് ഷോപ്പ്. പിന്നെ ഹനയാണ് നമ്മുടെ തായേട്ടിന്റെ വൈഫ്. അവർക്ക് 2 പേർക്കും ഒരു കൊച്ചുണ്ട്, സമീറ പെയിൻ. അടുത്തത് നമ്മുടെ കഥയിലെ 2ാമത്തെ നായിക ശ്രേയ ദേവനാഥ്. ആള് ഭയങ്കര പാവം ക്യാരക്ടറാണ് കേട്ടോ. നമ്മുടെ ബിനേറ്റിന്റെ വൈഫാണ്. പിന്നെ ആളൊരു കാർഡിയോളജിസ്റ്റ് കൂടെയാണ്. ഇതാണ് ഇത്താ ധ്രുവനാഥ്. ആള് MBA ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ട് നിൽക്കാണ്. കുറച്ച് പൊട്ടിത്തെറിയാ
ആണ്, ബട്ട് നല്ല കുട്ടിയാണ്. വാസ്തവത്തിൽ ആള് സിംഗിൾ ആണ് കേട്ടോ. ഇതാണ് സായ ജഗന്നാഥ്. MSc കെമിസ്ട്രി കഴിഞ്ഞ് ഒരു ജോലിക്ക് ട്രൈ ചെയ്യാണ്. പിന്നെ സായിക്കും ഇറ്റയ്ക്കും സെയിം ഏജ് ആണ് കേട്ടോ. ഏകദേശം ഒരു 1 month ഡിഫറൻസ് മാത്രം. പിന്നെ സായ ഒരു വായാടിയാണ്. പക്ഷെ നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. നമ്മുടെ സായമോള് സിംഗിൾ ആണേ. റോഷ്നി ധ്രുവനാഥ് നമ്മുടെ കഥയിലെ അവസാനത്തെ നായികയും ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ പെൺകുട്ടി. പൊട്ടത്തരത്തിന് കൈയും കാലും വെച്ചതാണെങ്കിലും ചെറുതായതുകൊണ്ട് എല്ലാരും വെറുതെ വരുന്ന കുട്ടിയാണ് റോഷ്നി. ആളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്ന് ക്ലാരിഫൈ അല്ല. എപ്പിസോഡ് വരുമ്പോ കാണാം. ഇത് കണ്ണെന്ന് ഞാൻ പറയും. അടുത്തത് നമ്മളെ ഈ 5 ചേച്ചിമാരുടെ പുന്നാരണിയൻ സെയിം ജഗന്നാഥ്. കണ്ണെന്നാണ് എല്ലാരും വിളിക്കുക. ആൾ നല്ല ക്യൂട്ടാണ് കാണാൻ. അതുപോലെ തന്നെ ക്യാരക്ടർ ഭയങ്കര ക്യൂട്ടാണ്. പെട്ടെന്ന് പോവാ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്തത് പെട്ടെന്ന് ഇടയ്ക്കെടുത്തിട്ട് വരും. അതിനുമ്പോ പെട്ടെന്ന് പോവാ, അല്ലെങ്കിൽ ഇൻട്രോ തന്നെ ഉണ്ടാവും ഒരു എപ്പിസോഡ്. ഓഹോ, ഞങ്ങളെ മറന്നല്ലേ? അല്ല, ഞങ്ങൾ ഈ കഥയിലുള്ളതൊന്നല്ലേ? അങ്ങനെയല്ല മുസി, ഞങ്ങൾ ഇപ്പൊ തരാം ഇൻട്രോ. കർത്താവിളി ഇപ്പൊ പൊങ്കാലിട്ടേനെ. ഇതാണ് ജെനി ഡേവിസ്, ഡേവിസ്നി കൃപന്റെ ഒരേ ഒരു മകൾ. പിന്നെ ഇത് ഡേവിഡിന് ദയന്റെ ഒരേ ഒരു മകള് ഹന്ന ഡേവിഡ്. കഴിഞ്ഞില്ലേ? ഇൻട്രോ ഒക്കെ കഴിഞ്ഞില്ലേ? ബാക്കി എപ്പിസോഡ് വരുമ്പോ കാണാം. അത് കൊള്ളാലോ. അപ്പൊ ഞങ്ങൾ ഇൻട്രോ ആര് കൊടുക്കും? നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രോ വേണ്ട, നിങ്ങൾക്ക് നല്ല മാസ് ഉണ്ട്. ഞങ്ങൾ എപ്പിസോഡിൽ തരാം. ഇപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ ഇനി ബാക്കിയുള്ളവരൊക്കെ വരുന്നോടത്തുനിന്ന് വെച്ച് പരിചയപ്പെടാം. ഇപ്പൊ ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും ഇൻട്രോ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചേട്ടാ ഞങ്ങൾ പോവാണേ. അപ്പൊ ചെല്ലക്കിളീസ് ചേട്ടൻ പോട്ടെ. എപ്പിസോഡ് വരുമ്പോ കാണാം. ബൈ. എന്റെ പൊന്നപ്പോ ബാക്കി ഫ്ലർട്ടിങ് എപ്പിസോഡിലാവാൻ നീ ഒന്ന് വരൂ.